സൗഹൃദത്തിന്റെ അരനൂറ്റാണ്ട് സുവർണ സംഗമത്തിന് ഹൃദ്യമായ തുടക്കം. ഉദ്ഘാടനം സംവിധായകൻ കമൽ നിർവഹിച്ചു. സൗഹൃദത്തിന്റെ അരനൂറ്റാണ്ട് സുവർണ സംഗമത്തിന് ഹൃദ്യമായ തുടക്കം. ഉദ്ഘാടനം സംവിധായകൻ കമൽ നിർവഹിച്ചു. വിദ്യാലയമുറ്റത്തു നിന്നും പടിയിറങ്ങി അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും മായാത്ത സൗഹൃദത്തിന്റെ കരുത്തുമായി ഒത്തുചേർന്ന ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങൾ പഠിച്ച സ്കൂളിന്റെ വികസനത്തിനും സഹപാഠികളുടെ ക്ഷേമത്തിനും അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക ഇടപെടലുകളും നടത്തി മാതൃകയായ 60ഓളം പൂർവ്വ വിദ്യാർത്ഥികളാണ് സുവർണ സംഗമം എന്ന പേരിൽ തങ്ങളുടെ സൗഹൃദത്തിന്റെ 50ാം വാർഷികം ആഘോഷിച്ചത്. എറിയാട് കേരളവർമ്മ ഹൈസ്കൂളിൽ നിന്നും 1976 സ്കൂൾ വിട്ടിറങ്ങിയവരാണ് കൂട്ടായ്മയുടെ സംഘാടകർ. പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ കമൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് 53 വർഷം കഴിഞ്ഞു. അത്രേ ഉള്ളൂ. 73 ബാച്ചിലാണ് ഞാൻ 10ാം ക്ലാസ് എഴുതുന്നത്. ഞാൻ കേരളവർമ്മ സ്കൂളിൽ പഠിച്ചിട്ടില്ല. ഇതിനു മുമ്പ് പല പരിപാടികളിലും കേരളവർമ്മയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പഠിക്കാൻ കഴിയാതെ പോയത് സത്യത്തിൽ വിഷമമുണ്ട്, പല കാരണങ്ങളുമുണ്ട്. എൻ്റെ ഒരുപാട് കസിൻസ് സുഹൃത്തുക്കളൊക്കെ പഠിച്ചത് കേരളവർമ്മ സ്കൂളിലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് റിയാഡുമായിട്ടാണ്. ഞാൻ ജനിച്ചു വളർന്നത് മതിലകത്താണ്. എൻ്റെ പാപ്പാടെ വീട് മതിലകത്തായതുകൊണ്ട് തന്നെ ഞാൻ മതിലകത്ത് സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. പക്ഷേ അന്ന് റിയാഡ് സ്കൂളിലെ കേരളവർമ്മ ബാച്ച് ഓരോ വർഷം, ഇപ്പം ഞാൻ പഠിക്കുന്നതിനും മുമ്പും അതിന് ശേഷമുള്ള ഒരുപാട് പേരായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷെ കേരളവർമ്മ സ്കൂളിനെ കുറിച്ച് ആദ്യം ആലോചിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് എൻ്റെ മാമാടെ മകനും പിന്നീട് എൻ്റെ അളിയനുമായി മാറിയ ഷെല്ലിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടെ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒപ്പമില്ലാത്ത ഒരുപാട് പേരുണ്ട്. നമ്മുടെ സിദ്ദീഖ്, കുഞ്ഞലാപ്പ സിദ്ദീഖ് എന്ന് എല്ലാവരും പറയുന്ന, ഞങ്ങളെ ഹിന്ദുക്കാന്ന് വിളിക്കുന്ന, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ അഷ്റഫ് എൻ്റെ മാമ നേരത്തെ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഇവരുടെയൊക്കെ പിന്നെ സലീം പടിയത്തൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പഠിച്ച ആൾക്കാരാണ്. അതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അന്ന് കേരളവർമ്മയിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഈ അവധി മാത്രമല്ല, മിക്കവാറും വീക്കെൻഡ്സിലൊക്കെ തന്നെ റിയാഡ് വരും. ഉമ്മയുടെ വീട് അവിടെ ആയതുകൊണ്ട് അവിടെ വരും, അവിടെ നിൽക്കും. അപ്പോൾ ഇവരൊക്കെ കസിൻസ് ആയതുകൊണ്ട് ഇവരുടെ കൂടെ എങ്ങനെ ഒരുമിച്ച് കഴിയുമ്പോഴേ ഈ കേരളവർമ്മ കോളേജിലെ വിശേഷങ്ങൾ ഇങ്ങനെ എപ്പോഴും പറയുന്നു. അപ്പോൾ അതൊരു കൗതുകമാണ്. പ്രത്യേകിച്ച് ഞാൻ പഠിച്ചത് കേവലം ഓർമ്മകൾ പങ്കുവെക്കലിനപ്പുറം സഹപാഠികൾക്ക് കൈത്താങ്ങാകാനും വിദ്യാലയത്തിന് താങ്ങായി നിലകൊള്ളാനും ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചത് അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പെടാപ്പാടുപെടുന്നതിനിടയിൽ സഹജീവികളോടുള്ള കരുതൽ കാത്തുസൂക്ഷിക്കുന്ന ഈ കൂട്ടായ്മ ഒരു മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും ദർബാർ ഹാൾ ഉടമയുമായ നസീർ ബാബുവിന്റെ സ്നേഹസാന്നിധ്യം ചടങ്ങിനെ മാറ്റുകൂട്ടി. വിദ്യാലയത്തോടും സഹപാഠികളോടുമുള്ള അടങ്ങാത്ത അനുരാഗവും പ്രതിബദ്ധതയുമാണ് ഈ പ്രായത്തിലും ഇത്തരമൊരു സംരംഭത്തിന് പിന്നിലെ കരുത്തെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ട അധ്യാപകർക്കും സഹപാഠികൾക്കും യോഗത്തിൽ മുഹമ്മദ് ബാബു ആദരാഞ്ജലികൾ അർപ്പിച്ചു. രണ്ടുപേരും ജീവിതത്തിന്റെ മാധുര്യം കയ്പും അറിയുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ബാക്കിയുള്ളവരുടെ വേർപാടുകൾ നാം ഏവരെയും കൂടുതൽ ദുഃഖത്തിലാക്കി. പ്രിയങ്കരനായ KK മുഹമ്മദ്, PH മുഹമ്മദ്, PA സൗമിനി, PA ജമീല എന്നിവരാണ് വേർപിരിഞ്ഞത്. കൂടാതെ നമ്മുടെ അധ്യാപകർ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിട്ടുപിരിഞ്ഞ എല്ലാവരെയും ഈ നിമിഷം നമുക്ക് സ്മരിക്കാം. പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും പഴയകാല സ്മരണകൾ പുതുക്കലും നടന്നു. നാടിന് മാതൃകയായ ഈ സുവർണ സംഗമം സൗഹൃദ ബന്ധങ്ങളുടെ അപൂർവ സുന്ദരമായ വേറിട്ടൊരു അനുഭവമായി മാറി. കലാപരിപാടികൾക്ക് സീനത്ത്, മേഖല, സഹജൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ സാദിഖ്, ഹുമയൂൺ, കബീർ, നാസിറുദ്ദീൻ, മുഹമ്മദ് സഗീർ, AA മൊയ്തീൻ എന്നിവർ പങ്കെടുത്തു. ക്ലീറ്റസ് പരിപാടികൾ നിയന്ത്രിച്ചു. സുരേഷ് ബാബു നന്ദി രേഖപ്പെടുത്തി.